ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ബോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ വണ്ടി ബ്രേക്ക് ഇല്ലാതെ പോയി ഇടിച്ചിരിക്കുന്നത് അരുണിന്റെ ബുള്ളറ്റിനിട്ടാണ്. അപ്പൊ ഏതായാലും അരുണിന്റെ ബുള്ളറ്റിനിട്ട് നമ്മുടെ സച്ചി ബ്രേക്ക് പോയി ഇടിച്ചതാ എന്ന് പറഞ്ഞാൽ അരുൺ വിശ്വസിക്കുമോ? ഒരിക്കലും ഇല്ല. അരുണും സച്ചിയും ആണെങ്കിൽ അത്രമാത്രം ശത്രുക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പറ്റിയ സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ സച്ചി കയറി ചെന്നിരിക്കുന്നത്. അങ്ങനെ ഇടിച്ചു, ബ്രേക്ക് പിടിച്ചപ്പോ കിട്ടിയില്ല. അപ്പൊ എവിടെയെങ്കിലും ഇടിച്ച് നിർത്തണം. വേറെ സാധനങ്ങളോ സാമഗ്രികളോ ഒന്നും ഇല്ല ഇടിച്ച് നിർത്താനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് സച്ചി അവിടെ കയറി അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ബ്രേക്ക് കിട്ടാതെ ഇടിച്ചങ്ങ് നിർത്തിയത്. അത്യാവശ്യം ആ ഒരു ബുള്ളറ്റിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഒരു ഇന്നോവ ചെന്ന് ബുള്ളറ്റിനിട്ട് ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നോവയ്ക്കൊന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ ബുള്ളറ്റ് ഏറെക്കുറെയൊക്കെ തകർന്ന തരിപ്പണമായി പോകും. എന്തെങ്കിലുമൊക്കെ കേടുപാട് സംഭവിക്കും. അങ്ങനെ അരുണിങ് വന്നില്ല. നീ എന്താടാ ഈ കാണിച്ചത്? നീ എന്റെ വണ്ടിക്കിട്ട് കയറി ഇടിച്ചോടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങ് വന്നതും, അയ്യോ എന്റെ പൊന്ന് സാറേ, സത്യമായിട്ടും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നീ മനഃപൂർവ്വം ചെയ്തതല്ലല്ലേ? അപ്പം ഇവരുടെ കൂടെ തന്നെ വേറൊരു പോലീസുകാരനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ തമ്മിൽ കണ്ടാൽ എപ്പോഴും അടിയാണല്ലോ. അല്ല സച്ചിയും അരുണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സച്ചി എന്നല്ല, ഇയാളും അരുണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അരുൺ പറഞ്ഞു, ഉണ്ട്, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നവും വഴക്കൊക്കെ നടന്നതാ. അതുകൊണ്ട് ഇവനിപ്പം എന്തൊക്കെ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കാനോ അതുപോലെ എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവനാണെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി എന്നെ അവിടെ വെച്ച് അപമാനപ്പെടുത്തി. ഇപ്പൊ എന്റെ ബുള്ളറ്റ് നശിപ്പിക്കുന്നു. ഇവന് എന്നെ തന്നെ ലക്ഷ്യമിട്ട് എന്നെ തന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഇനി ഇവനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. ഇന്ന് ഇവനെ ഞാൻ പൂട്ടിയിരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, എന്റെ പൊന്നു സാറുമാരെ, എനിക്ക് ഇയാളുടെ ബുള്ളറ്റ് ഒന്നും തകർത്തിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് എന്ത് കിട്ടാനാ? എന്റെ വണ്ടിക്കും ശകലം പോർച്ചയും കാർച്ചയൊക്കെ ഉണ്ട്. എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല. ഇത് എവിടെ കൊണ്ട് ഞാൻ നിർത്തും? വേറെ നിർത്താൻ സ്ഥലമൊന്നുമില്ല. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതേലും വണ്ടിയിൽ ചെന്ന് കയറും. ഏതേലും വണ്ടിയിൽ ചെന്ന് കയറിയ എനിക്കും എന്റെ ജീവനും പോകും, എതിരെ വരുന്ന വണ്ടിയിലുള്ള ആൾക്കാരുടെ ജീവനും പോകും. അപ്പൊ പിന്നെ ഞാന് ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബുള്ളറ്റിൽ കൊണ്ട് ഈ വണ്ടി ഇടിച്ചത് കൊണ്ട് വേറെ ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വളച്ച് സത്യം പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് നിർത്തിയത്, ഈ ബുള്ളറ്റിൽ തന്നെ ഇടിപ്പിച്ച് നിർത്തിയത്. പക്ഷെ എന്ത് ചെയ്യാനാ? അത് അരുൺ സാറിന്റെ ബുള്ളറ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അരുൺ സാറിനൊന്നും പറയുന്നില്ല, ഇയാളുടെ ബുള്ളറ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കുക, ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ പറ്റിപ്പോയതാ. ഈ ബുള്ളറ്റിന് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇത് ഇനിയിപ്പം വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ഞാൻ അത് ചെയ്ത് ശരിയാക്കി തന്നോളാന്ന് പറഞ്ഞപ്പോ, അങ്ങനെ നീ അങ്ങോട്ട് വെറുതെ അങ്ങ് പോകാന്ന് വിചാരിച്ചെങ്കിലേ അതെ മനസ്സിലിരിക്കുള്ളൂ. എന്റെ ബുള്ളറ്റും തകർത്തിട്ട് അങ്ങ് വെറുതെ അങ്ങ് പോകാന്ന് വിചാരിച്ചോന്ന് ഞാൻ സമ്മതിക്കത്തില്ലടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയുടെ കോളറിൽ അങ്ങ് കയറി പിടിച്ചപ്പോഴത്തേക്ക് കൈവിടാൻ പറഞ്ഞു. സച്ചി കൈവിടാൻ പറഞ്ഞിട്ട് കൈവിട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ അശവശകായി കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ വർഷയുടെ അമ്മ മഹിമ ആ വഴി വരുന്നതും. മഹിമയ്ക്ക് പറ്റിയ ഒരു സീനാണല്ലോ ഇത്, സച്ചി അടി കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു മഹിമ, ആഹാ ഇവന്റെ ഒരു പോലീസുകാരനുമായിട്ട് അടി വെക്കുന്നു, ഇവനെ ആ പോലീസ് പിടിച്ചോണ്ട് പോവുകയാണല്ലോ, ആഹാ എന്നാ പിന്നെ ഇത് വീഡിയോ ആക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോൺ എടുത്തിട്ട് വീഡിയോ പകർത്തിട്ടോ. ഈ സമയത്ത് അരുൺ പറഞ്ഞു, കേരള വണ്ടിയിൽ നിന്നെ അങ്ങനെ വെറുതെ വിടത്തില്ല, ജീപ്പിൽ കയറാൻ പറഞ്ഞിട്ട് ജീപ്പിനകത്തേക്ക് തള്ളി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, പോലീസ് ജീപ്പിനകത്തേക്ക്. അതാണ് ഈ മഹിമ വീഡിയോ എടുത്തത് കേട്ടോ. ഏതായാലും വീഡിയോ എടുത്തിട്ട് ഇവനിട്ട് ഒരു പണി കിട്ടും. ഇവൻ എന്റെ മധുവേട്ടനെ തല്ലിയില്ലേ, ഇവനിട്ട് ഒരു പണി അല്ലേലും കൊടുക്കാൻ ഞാൻ ഇരിക്കുകയായിരുന്നു. ഏതായാലും നല്ലൊരു പണി തന്നെ ഇവനിട്ട് ഞാൻ കൊടുക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു നമ്മുടെ മഹിമ ആ വീഡിയോ എടുത്തിട്ട് നേരെ വർഷയ്ക്ക് അയച്ചും കൊടുത്തു കേട്ടോ. ഈ സമയത്ത് സച്ചി അവിടെ കിടന്ന് പറയുന്നുണ്ട്, സാറേ ഞാൻ നിരപരാധിയാ സാറേ, എന്നോട് ക്ഷമിക്കാൻ പറയുമ്പോഴത്തേക്കും അരുൺ അങ്ങോട്ട് കിടന്ന് ചാടി മറിഞ്ഞിട്ട് വണ്ടിയിൽ പിടിച്ചകത്തേക്ക് കയറ്റി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഈ വണ്ടി എടുത്തോണ്ട് നേരെ നീ പോലീസ് സ്റ്റേഷനിലേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചു പറയുന്നുണ്ട്, അയ്യോ ആ വണ്ടി ഓടിച്ചോണ്ട് വരാൻ കൊള്ളത്തില്ല, അതിന് ബ്രേക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇവൻ അതൊക്കെ ചുമ്മാ പറയുന്നതാന്നേ, ഇവൻ വെറുതെ കിടന്ന് അലക്കുന്നതാണ്, ആ വണ്ടി എടുത്തോണ്ട് നീ വന്നേരേന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെയും കൂട്ടി പോലീസുകാരന്മാര് പോയി കേട്ടോ. കുറച്ച് കോൺസ്റ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു. അവരും നമ്മുടെ
അരുണും അതുപോലെ സച്ചിയൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഈ സമയത്താണ് ഈ വീഡിയോ ചന്ദ്രോദയത്ത് എത്തുന്നത്. വർഷ ഇത് കണ്ട് ഞെട്ടിപ്പോയിട്ട് വർഷ ദേ ശ്രീകാന്തെ ദേ നമ്മുടെ സച്ചേട്ടനെ പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോ പോലീസ് കൊണ്ടുപോയെന്നോ? എന്താ നീ പറയുന്നത്? ആ സച്ചേട്ടനെ പോലീസ് കൊണ്ടുപോയെന്നേ, നോക്കിക്കേ, എനിക്കിപ്പോ ഇത് അമ്മ അയച്ചു തന്നോന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അമ്മ ആ വഴി അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കണ്ടതാ, ദേ കാണുന്നു പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനെ കാണിച്ചു. ശ്രീകാന്ത് ഇത് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും ദേ നമ്മുടെ ചന്ദ്ര വന്നു കേട്ടോ. ചന്ദ്ര വന്നിട്ട് ഇതെന്താ നിങ്ങൾ ഈ കാണുന്നേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വർഷ പറഞ്ഞു സച്ചേട്ടനെ പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അവനെ പോലീസ് കൊണ്ടുപോയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ അങ്ങനെയാണെന്നേ. അവന് പണ്ട് മാസത്തിൽ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറിയില്ലെങ്കിൽ ഉറക്കം വരില്ലായിരുന്നു. ഇപ്പം മാറ്റം വന്നു എന്നൊക്കെ ചുമ്മാ പറയുന്ന. അവൻ പോലീസ് സ്റ്റേഷനിൽ കയറാതെ അവൻ ഉറക്കം വരത്തില്ല. അവൻ എന്തെങ്കിലും വള്ളി ഒപ്പിച്ചോണ്ടേ എല്ലാ മാസവും ഇങ്ങനെ ഇരിക്കും. ചുമ്മാ എന്തിനാ സച്ചുവട്ടൻ എന്നും പറഞ്ഞു പുറകെ നടന്നിട്ട് ഇനി അവനെ ഇറക്കാൻ പോയി നാണം കിടന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഏതായാലും സച്ചേന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്താ വിവരം എന്നറിയണോ? സച്ചേൻ അങ്ങനെ വെറുതെ പോയി ഒരാളെ തല്ലുമൊന്നും ഇല്ല, അമ്മ പറയുന്നത് പോലെ. എന്തെങ്കിലും കാരണം കാണുന്നു പറഞ്ഞപ്പോൾ വർഷം പറഞ്ഞു അത് ശരിയാ, എന്തെങ്കിലും കാരണം കാണുന്നു പറഞ്ഞു. അങ്ങനെ നേരെ ശ്രീകാന്ത് ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ഫോൺ എടുത്ത് നമ്മുടെ സച്ചിനെ വിളിച്ചപ്പോഴത്തേക്ക് റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിലാട്ടോ ഫോണെ. അത് റിങ് ചെയ്യുന്നത് സച്ചിക്ക് അറിയാം. സച്ചി ലോക്കപ്പിലായോണ്ട് ഫോൺ എടുക്കാനായിട്ട് പറ്റണില്ല. ലോക്കപ്പിലാണോ ലോക്കപ്പിൽ വെളിയിലാണോ നിർത്തിയിട്ടുണ്ട്. അപ്പം ഫോൺ എടുക്കാനായിട്ട് പറ്റണില്ല കേട്ടോ. അപ്പം സച്ചി പറയുന്നുണ്ട് സാറേ എന്റെ ഫോൺ ഇതേ ബെല്ലടിക്കുന്നു, അത് ചിലപ്പം എന്റെ വീട്ടിൽ നിന്നായിരിക്കും എന്ന് പറയുമ്പോൾ ആരാണെങ്കിലും എടുക്കുന്നില്ലടാന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അവിടെ മാറ്റിയും വെച്ചേക്കുവാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ നമ്മുടെ രവീന്ദ്രനാണ് വന്നത്. രവീന്ദ്രൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ശ്രീകാന്ത് കാര്യം പറയാ, അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം നടന്നു, സച്ചേട്ടനെ പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഈ വീഡിയോ കാണിച്ചപ്പോഴത്തേക്കും ആണോ, എന്നാ പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യടാന്ന് പറഞ്ഞപ്പോ ചന്ദ്ര പറഞ്ഞു എന്ത് ചെയ്യാനാ, എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? അവനിങ്ങനെ നടക്കുകയല്ലേ, അവനെ പോലീസ് പിടിക്കുന്നു വിടുന്നു, പിടിക്കുന്നു വിടുന്നു. അതെ നിങ്ങളുടെ മോനെ ഇങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മോനോ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ മകനല്ലേടി. എനിക്ക് 2 മക്കളെ ഉള്ളൂ. ഇവനെ ഞാൻ എന്റെ മകനായിട്ട് കൂട്ടിയിട്ടില്ലല്ലോ. അവനെ ഞാനല്ല വളർത്തിയത്, അതുകൊണ്ടാ അവൻ ഈ സ്വഭാവമൊക്കെ. ഞാൻ വളർത്തിയ എന്റെ 2 മക്കളെയും ഇതുവരെ പോലീസ് ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എന്റെ പൊന്നു ചന്ദ്രൻ നീ മിണ്ടാതിരിക്കും. നീ അല്ലെങ്കിലും പണ്ട് മുതലേ പല തട്ടുകളിൽ വെച്ചാണ് മക്കളെ അളന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ വലിയ മോശമായ കാര്യമാ. ഏതായാലും ഞാൻ സച്ചിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ രവീന്ദ്രൻ സച്ചിനെ വിളിച്ചപ്പോ ഫോണ് കിട്ടുന്നില്ല കേട്ടോ, റിങ് ചെയ്യുന്നുണ്ട്. അപ്പം ശ്രീകാന്തും പറഞ്ഞു ഞാനും ഇത് തന്നെയല്ലേ അച്ഛനോട് പറഞ്ഞത്, ഞാനും വിളിച്ചു നോക്കിയായിരുന്നു, വിളിക്കാതെ ഒന്നും ഇരുന്നില്ല, പക്ഷെ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചന്ദ്ര ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സച്ചിനെ കുറിച്ച് അതും ഇതും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ്, അവനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പൊ ഈ സമയത്ത് ശ്രീകാന്ത് അങ്ങ് പോയി, വർഷ റൂമിലേക്കും അങ്ങ് പോയി കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്, അവൻ പോലീസ് സ്റ്റേഷനിൽ പണ്ട് മുതലേ ആ കയറി മനുഷ്യനെ നാണം കെടുത്തിയവനല്ലേ, പണ്ടും അവൻ ഇങ്ങനെയല്ലായിരുന്നു, ചെറുപ്പം മുതലേ ഇങ്ങനെയല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രേ നീ എന്തറിഞ്ഞിട്ടാ ഈ പ്രസംഗിക്കുന്നത്? അവൻ ചെറുപ്പത്തിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടെങ്കിലേ അവൻ ചെയ്ത കാര്യത്തിനല്ലത് കയറിയത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, അവൻ നിരപരാധിയായിരുന്നു. നിരപരാധിയായ അവനെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ കാരണം ഞാൻ പറയുന്നില്ല, ഞാൻ ഇത് ഇവിടെ കൊണ്ട് നിർത്തുക, ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി കേട്ടോ. അപ്പൊ ചന്ദ്ര എന്താ പറഞ്ഞത്? രവിയേട്ടൻ പറഞ്ഞതിൽ എന്തോ ഉണ്ടല്ലോ, അവൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത് വേറെ ആർക്കോ വേണ്ടിയാണെന്നോ, അതെന്തായിരിക്കുന്നു? അപ്പൊ പണ്ടങ്ങാട്ട് നമ്മുടെ സച്ചിക്ക് ഒരു ചെറിയൊരു കഥയുണ്ട് കേട്ടോ, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ പതുക്കെ നമുക്കറിയാം, അതൊക്കെ പതുക്കെ വരുന്നതേ ഉള്ളൂ. ഇത് ഈ സമയത്ത് നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു? രേവതി സച്ചിനെ ഫോൺ വിളിക്കാം. സച്ചിനെ ഫോൺ വിളിച്ചിട്ട് അപ്പോഴും പോലീസുകാരന്മാർ എടുക്കുന്നില്ല. അപ്പൊ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു എന്റെ പൊന്ന് സാറെ ഒന്ന് എടുക്കാതെ, ചിലപ്പോ എന്റെ ഭാര്യ എന്റെ വീട്ടിൽ നിന്നോ വല്ലതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ പോലീസുകാരന്മാരും എന്നാ പിന്നെ എടുത്തില്ലെങ്കിൽ മോശമല്ലേ, 2-3 പ്രാവശ്യമായി റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിലോ എന്ന് ഓർത്തോണ്ട് ഫോണ് എടുത്തിട്ട് ഹലോ എന്ന് വെച്ചപ്പോഴത്തേക്കും രേവതിക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന ആള് സച്ചി അല്ലെന്ന്. ഹലോ ഇത് സച്ചേട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓ അവന്റെ ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇതാരാ സംസാരിക്കുന്നത്? ഞാനേ സച്ചേട്ടന്റെ ഭാര്യ, സച്ചേട്ടന്റെ കൈ കൊടുത്തേ. അല്ല സച്ചേട്ടന്റെ ഫോൺ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നത്? ഞാനേ ഇവിടെ അടുത്തുള്ള സ്റ്റേഷൻ പരിധിയിലാ, സ്റ്റേഷൻ പരിധിയിൽ പോലീസ് സ്റ്റേഷനിലാ ഈ ഫോൺ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞപ്പോ പോലീസ് സ്റ്റേഷനിലോ? അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാല്? അപ്പോഴത്തേക്ക് നമ്മുടെ അയാള് പേരും സ്ഥലവും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ കെട്ടിയവനെ ഒരു ബുള്ളറ്റിനിട്ട് കൊണ്ടുപോയി കയറ്റി ഒരു ഒറ്റ ഇടി ഇടിച്ചു. നശിപ്പിച്ച ബുള്ളറ്റ്. മാത്രമല്ല ശത്രുത കാരണം മാത്രം. ഒരാളോട് ശത്രുതയോടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ തന്റെ ഭർത്താവ് ചെയ്യേണ്ടത്? അപ്പൊ അതുകൊണ്ട് ഇതിനുള്ള നടപടി എടുക്കാതെ യാതൊരു രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ സച്ചേട്ടൻ അങ്ങനെ
ശത്രുത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സച്ചിൻ ഒരിക്കലും ഒരു വാഹനവും നശിപ്പിക്കത്തില്ല. ചിലപ്പോൾ ഒന്ന് പോയി കർണക്കുറ്റിക്കടിച്ച ഒരു അടി കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ രണ്ട് തല്ല് തല്ലിയാലും ഒരിക്കലും വാഹനത്തിനിട്ട് എന്റെ സച്ചേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാരണം എന്റെ സച്ചേട്ടനും വാഹനം ഓടിക്കുന്നത് ഞങ്ങളുടെ ജീവിത മാർഗം അത് എന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും കാണിക്കടി എന്ന് പറഞ്ഞിട്ട് പോലീസുകാരും കട്ട് ചെയ്തു, ഫോണും കട്ട് ചെയ്തു. നമ്മുടെ രേവതി ആ നിമിഷം എത്തി കേട്ടോ, പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് എന്താ സച്ചേട്ടാ ഇത്, ഇപ്പൊ സച്ചി അവിടെ മാറ്റി നിർത്തിയേക്കും. അപ്പം സച്ചിയോട് പോലീസുകാർ പറഞ്ഞു, നീ പൊക്കോ, ഏതായാലും നിന്റെ ലൈസൻസ് റദ്ദാക്കും, നീ ഇപ്പൊ പൊക്കോ, ഏതായാലും ലൈസൻസ് കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അത് നമ്മുടെ സച്ചിനെ പറഞ്ഞു വിടാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുകയാണ്, വണ്ടിയും കൊടുക്കാതെ. ഇപ്പൊ വണ്ടിക്കെതിരെ അങ്ങോട്ട് കേസെടുത്ത് അങ്ങനെ എന്തോ കേസും ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് പറഞ്ഞു വിടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി വന്നു. അപ്പൊ രേവതി വന്നപ്പോഴത്തേക്ക് സച്ചി കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു, ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്, ബ്രേക്ക് ഇല്ലായിരുന്നു രേവതി ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും, അപ്പം എങ്ങനെയെങ്കിലും ഇതൊന്നും നിർത്തണമല്ലോ, അപ്പൊ ഒരു ബുള്ളറ്റില് ഇങ്ങനെ കൊണ്ടിടിപ്പിച്ചതാണ്, അല്ലാതെ വേറൊന്നും അല്ല രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നിട്ടാണോ എത്ര ജീവന സച്ചേട്ടൻ രക്ഷിച്ചത്, ഇതങ്ങനെ റോഡിലാണ് നടന്നിരുന്നെങ്കിൽ എത്ര പേര് മരിച്ചു പോയേനെ, എന്നിട്ടാണോ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങുകയാണ് കേട്ടോ. ഏതായാലും രേവതി ചെയ്യുന്നിട്ട് ഇനിയിപ്പോ എന്തൊക്കെ ആയിരിക്കും നമ്മുടെ രേവതി പോലീസുകാരോട് പറയുക, നമ്മുടെ രേവതി തന്നെ മുൻകൈ എടുത്ത് സച്ചിനെ രക്ഷിക്കുവോ, കാർ തിരിച്ച് കിട്ടുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ നാളത്തെ കഥയാണ് ഞാനിപ്പോ പറഞ്ഞത്. നമ്മൾ ഇനി എന്നും ഡെയിലി മസ്റ്റായിട്ട് വൈകിട്ട് പ്രമോവിശേഷം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മിസ് ചെയ്ത് കളയുന്നത്. ഇപ്പൊ ഒരുപാട് നാളായി നമ്മൾ പ്രമോവിശേഷം ഒക്കെ ചെയ്യാതിരുന്നിട്ട്, അപ്പൊ ഇനിയിപ്പം കറക്റ്റായിട്ട് നമ്മൾ പ്രമോവിശേഷം എല്ലാ ദിവസവും വൈകിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.